നമസ്കാരം. ഞാൻ ഹരിപ്പാട് കെ.എസ്. പണിക്കർ. എൻ്റെ കഴിഞ്ഞ 2 വീഡിയോകൾ അതിൻ്റെ വിഷയമെന്ന് പറഞ്ഞിരുന്നത് മരണത്തിന് ശേഷം സൂക്ഷ്മ ശരീരം, അതായത് സബ്റ്റിൽ ബോഡി എന്ന് പറയുന്ന ഊർജ്ജ ശരീരത്തിനുണ്ടാകുന്ന യാത്രയാണ്. അതായത് തിരിച്ച് പോകുന്നത് എങ്ങോട്ട്, അല്ലെങ്കിൽ എന്തിന് എന്നുള്ള ഒരു ചോദ്യം, ഒരു സംശയം നമ്മളിലെല്ലാം ഉണ്ട്. എപ്പോഴും മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? പലരും വിശ്വസിക്കാത്ത തലത്തിലുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളതായി പല ഡോക്ടേഴ്സും വിലയിരുത്തുമ്പോൾ അതിൻ്റെ ആധികാരികമായ ചില കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 വീഡിയോകളും മരണത്തിനപ്പുറം ജീവിതമുണ്ടോ എന്ന് ഡോക്ടർ മുരളീധർ ഷാ എഴുതിയ ഒരു പുസ്തകത്തിനെ ആധാരമാക്കി അതിനപ്പുറത്തേക്ക് ആത്മീയ ഗ്രന്ഥങ്ങളായ ഉപനിഷത്തുക്കളും അതുപോലെ ഭഗവത്ഗീതയും ഒക്കെ ഉദ്ഘോഷിക്കുന്ന തരത്തിൽ രണ്ടും കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ശാസ്ത്രം തന്നെ നമ്മളിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് വിശ്വസിച്ചേ മതിയാവും എന്നുള്ളതാണ്. ഏതാണ്ട് 150ഓളം അനുഭവങ്ങളാണ് പല ഡോക്ടർമാരും, അത് പാശ്ചാത്യ തലത്തിലുള്ള ഡോക്ടറാണ് പാശ്ചാത്യ രാജ്യത്തുള്ള ഡോക്ടേഴ്സാണ് കൂടുതലും അത് വിലയിരുത്തി എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത്. അവരാണ് അതിന് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ അല്ലെങ്കിൽ ആഴത്തിൽ എക്സ്പെരിമെൻ്റ് നടത്താൻ അവരെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ അവർക്ക് അനുഭവപ്പെട്ടതും. എന്നാൽ തൻ്റെ രോഗികൾ മരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളും മരിച്ചതിന് ശേഷം തിരിച്ചു വന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് അവർ ഗ്രന്ഥങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അനേകം ഗ്രന്ഥങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം അതിൽ ഈ 150ഓളം വ്യക്തികൾ പറഞ്ഞ അനുഭവങ്ങൾക്കകത്തിൽ നമുക്ക് അതിശയമായി തോന്നുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വായിച്ചപ്പോൾ അതിശയമായി തോന്നിയ കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം പോലും അവർ നരകത്തെക്കുറിച്ചോ അത് യമഭൂതന്മാരെക്കുറിച്ചോ അല്ലെങ്കിൽ കാലകിങ്കരന്മാരെക്കുറിച്ചോ ഒന്നും പ്രസ്താവിച്ചുള്ളത് കാണുന്നില്ല. പക്ഷേ മറ്റു കാര്യങ്ങൾ ഏതാണ്ടൊക്കെ അതിന് തുല്യമായ രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങൾക്ക്, ഹിന്ദു പുരാണങ്ങൾക്ക് തുല്യമായ രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ എക്സ്പെരിമെൻ്റ് ചെയ്ത് വിലയിരുത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും സിദ്ധിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സിദ്ധിയെക്കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ 2 വീഡിയോയിൽ പറഞ്ഞ ആ വിഷയത്തിൻ്റെ കണ്ടംപററി ആയിട്ടുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈയിടെയുണ്ട് ഒരു യൂട്യൂബിലെ വീഡിയോ ആണ് ഇതെന്നെ പ്രേരിപ്പിച്ചത്. ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അനസ്തേഷ്യസ്റ്റ്, അദ്ദേഹത്തിനുണ്ടായ അനുഭവം, മരിച്ച് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ അനുഭവം ഒരു വീഡിയോയിൽ കൂടി, ഇപ്പോൾ പരമ്പരയായിട്ട് അത് വരുന്നുണ്ടെന്ന് തോന്നുന്നു, 2ാമത്തെ ഭാഗം അവർ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനുണ്ടായ അനുഭവം വ്യക്തമായിട്ട് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ പോയി, എന്തൊക്കെയാണ് നടന്നത്, അദ്ദേഹം മരണത്തിൻ്റെ ഏതാണ്ട് തലങ്ങളിലെത്തിയതിന് ശേഷം, അതായത് ആത്മാവെന്ന് പറയുന്നത് ഈ സബ്റ്റിൽ ബോഡി, സൂക്ഷ്മ ശരീരം, ഈ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും ഒരു വിലയിരുത്തൽ നടത്തേണ്ടിയിരിക്കുന്നു. പലർക്കും ഇതിനെക്കുറിച്ച് അറിവ് കുറവാന്ന് തോന്നുന്നു. കാര്യം, സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ പലരും 1-2 പേരിനോട് ചോദിക്കുകയുണ്ടായി, ജീവനല്ലേ പോകുന്നതെന്ന്. ജീവനോടൊപ്പം മറ്റ് കാര്യങ്ങൾ കൂടി പോകുന്നത് കൊണ്ടാണ് അതിനെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ശാസ്ത്രമെന്ന് പറയുന്നത് ശാരീരിക ഉപനിഷത്താണ്. അതിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഇതിനെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട്. അതായത് ശാരീരിക ഉപനിഷത്തിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ഥൂല ശരീരത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, ഏതൊക്കെ ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അതിനകത്തിൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും 5 തന്മാത്രകളും പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന ഈ 3 കൂട്ടം കൂടി ചേരുമ്പോഴാണ് 18ആയി തീരുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ജീവൻ മാത്രമായിക്കൊണ്ട് പുറത്തു പോയി കഴിഞ്ഞാൽ അതിന്
കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ ചെവിയല്ല കേൾക്കുന്നത്, കണ്ണല്ല കാണുന്നത്, മൂക്കല്ല ഗന്ധം അറിയുന്നത്, നാക്കല്ല രസം അറിയുന്നത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു തത്വമുണ്ടെന്നും ആ തത്വമാണ് നമ്മളെ ഇതിനെല്ലാം അനുഭവിക്കാൻ അറിയുന്നത്, അനുഭവിപ്പിച്ച് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിവിടെ പ്രസ്താവ്യമായതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. അടുത്തത് സിദ്ധികളെക്കുറിച്ചാണ് പറയുന്നത്. സിദ്ധികളെക്കുറിച്ച് പറയുമ്പോൾ പാതഞ്ജല യോഗ സൂത്രത്തിലെ 3-ാം അധ്യായമായ വിഭൂതി പാദത്തിൽ 38-ാമത്തെ ശ്ലോകത്തിൽ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സിദ്ധിയിൽ ഒരു സിദ്ധിയാണ് പരകായ പ്രവേശം എന്ന് പറയുന്നത്. പരകായ പ്രവേശം പലരും വിശ്വസിക്കാത്ത ഒന്നാണ്. എന്നാൽ ഈ ശാസ്ത്രം തന്നെ ഇത് പറയുന്നുണ്ട്. പാതഞ്ജല ശാസ്ത്രം തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പാതഞ്ജല ശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് സാധിക്കുമെന്നത്. ഒരു വ്യക്തി ധ്യാനത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് കയറുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന വിഭൂത അവസ്ഥയാണ്, അതായത് ശരീരത്തിനുണ്ടാകുന്ന ശക്തിവിശേഷമാണ് സിദ്ധി എന്ന് പറയുന്നത്. സിദ്ധികൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിദ്ധിയിൽ ഉറച്ചു പോകുന്ന വ്യക്തികൾക്ക് അടുത്ത തലത്തിലേക്ക് കയറാൻ സാധ്യമല്ല, സമാധി തലത്തിലേക്ക് കയറാൻ സാധ്യമല്ലെന്നും വ്യക്തമായിട്ട് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിലൊരു സിദ്ധിയാണ് പരകായ പ്രവേശം എന്ന് പറയും. ആ പരകായ പ്രവേശത്തിൽ ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ജീവനുള്ള ശരീരത്തിൽ നിന്നും നിർജീവമായ മറ്റൊരു ശരീരത്തിലേക്ക് കയറിപ്പറ്റാൻ സാധിക്കും എന്ന് ഈ ശ്ലോകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നടന്നത് ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവ കഥയാണ്. കഥയായിട്ട് ഇത് കാണുന്നത് സംഭവം നടന്നതാണ്. വടക്ക് ദേശത്ത് നിന്ന് ഒരു സിദ്ധൻ കേരളത്തിൽ വന്നു. കോഴിക്കോട് മാനവവിക്രമൻ ഏട്ടൻ രാജാവ് വാണിരുന്ന കാലത്താണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ കോവിലകത്ത് താമസമാക്കിയ വിക്രമൻ രാജാവിനോട് യോഗി പറഞ്ഞു, തനിക്ക് അനേകം വിദ്യകൾ അറിയാമെന്നും, അതായത് യോഗവിദ്യകൾ അറിയാമെന്നും, ഇതെല്ലാം യോഗവിദ്യകളാണ്, മനസ്സിൻ്റെ സിദ്ധിയാണത്, അറിയാമെന്നും അതുകൊണ്ട് തൻ്റെ ശരീരം വാർദ്ധക്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയെന്നും ഇനി ഈ ശരീരത്തെ ഉപയോഗിച്ച് തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. ക്ഷയിച്ചു തുടങ്ങിയ ശരീരം, അതുപോലെ തന്നെ ജരാനരകൾ ബാധിച്ച ശരീരം. അതിന് പകരം അദ്ദേഹത്തിന് ഒരു പുതിയ ശരീരം വേണമെന്ന് രാജാവിനോട് അഭ്യർത്ഥിച്ചു. എങ്ങനെയെങ്കിലും ആരെങ്കിലും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്പക്കാരായ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിലേക്ക് തൻ്റെ ശരീരത്തിലെ എല്ലാ ആത്മതത്വങ്ങളെയും കയറ്റി പുതിയൊരു മനുഷ്യനാവാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ യോഗിവര്യൻ പറഞ്ഞത്. പരകായ പ്രവേശം എന്നാണ് ഇതിൻ്റെ പേര്, അല്ലെങ്കിൽ കൂടുവിട്ട് കൂടുമാറുക. വിക്രമാദിത്യൻ കഥകളിൽ ധാരാളമായി കേട്ടിട്ടുള്ള ഒരു വസ്തുതയാണ് പരകായ പ്രവേശം. അപ്പം യോഗിവര്യൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം രാജാവിനെ അറിയിച്ചു. അപ്പോൾ രാജാവിന് ഈ വിദ്യയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. അദ്ദേഹം വളരെ പല സ്ഥലങ്ങളിൽ നിന്നും ഇതിൻ്റെ കേട്ടുകേൾവിയും അറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന് ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. മരിച്ച ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരടുത്ത ദിവസം കേട്ടുകേൾവി ഉണ്ടായി, ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരു വ്യക്തി മരിച്ചു എന്നും ശ്മശാനത്തിൽ കുഴിച്ചിട്ടു എന്നുമാണ്. അന്ന് കുഴിച്ചിടലാണ് കൂടുതലുള്ളത്, ഈ കത്തിക്കുന്ന പരിപാടി കുറവായിരുന്നു. അങ്ങനെ രാജാവും ഈ യോഗിയും കൂടി ഈ മരണമടഞ്ഞ അല്ലെങ്കിൽ ശ്മശാനത്തിൽ കുഴിച്ചിട്ട വ്യക്തിയെ കുഴിച്ചിട്ട സ്ഥലത്തേക്ക് പോവുകയുണ്ടായി. പാതിരാത്രി കഴിഞ്ഞ നേരമായിരുന്നു. രാജാവിനെയും കൂട്ടി ശവമടക്കിയ സ്ഥലത്തെത്തി മണ്ണ് മാന്തി ശവം പുറത്തെടുത്തു. യോഗി തൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി, അതുപോലെ ശവശരീരത്തിലെ വസ്ത്രങ്ങളുമെല്ലാം അഴിച്ചു മാറ്റിയതിന് ശേഷം നഗ്നനായി ആ ശരീരത്തിൻ്റെ മുകളിൽ തൻ്റെ ശരീരം എല്ലാ അവയവങ്ങളും പതിച്ച് വെക്കത്തക്ക രീതിയിൽ കിടന്നു. രാജാവാണെങ്കിൽ ഭീതിയോടെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. വളരെ നേരം ചെന്നപ്പോൾ
അടിയിൽ കിടന്ന ശവശരീരത്തിന് പതുക്കെ അനക്കം വെക്കാൻ തുടങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം യോഗിയുടെ നിർജീവമായ ശരീരം തള്ളിമാറ്റി യുവാവ് ഊർജ്ജസ്വലതയോടെ എഴുന്നേറ്റ് വന്നു എന്ന് രാജാവ് പറയുന്നുണ്ട്. യോഗിയുടെ ജീവൻ ശവശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആ കുഴിയിലേക്ക് യോഗിയുടെ ശരീരം തള്ളിയിട്ട് കുഴി മൂടി രണ്ടുപേരും തിരിച്ചു വന്നു എന്ന് പറയപ്പെടുന്നു. സിദ്ധൻ നേരം വെളുക്കുന്നതിന് മുമ്പ് സ്ഥലം വിട്ടു. അതായത് ഈ ചെറുപ്പക്കാരൻ്റെ ശരീരവും ഏറിക്കൊണ്ട് സിദ്ധൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ നിന്ന് പോയി. ഇതൊരു കെട്ടുകഥയല്ല. അന്നത്തെ പ്രശസ്തമായ ഒരു മലയാള പത്രം ഈ വാർത്ത രേഖപ്പെടുത്തിയിരുന്നു, കൊടുത്തിരുന്നു. സംഭവത്തിന് സാക്ഷിയായിരുന്ന മഹാരാജാവ് തന്നെയാണ് വിവരം പത്രക്കാരോട് പറഞ്ഞത്. കാരണം കൂടെ സിദ്ധനില്ലല്ലോ വിളിച്ചു പറയാൻ. പത്രത്തിന് അന്ന് ചൂടുള്ള വാർത്തയായിരുന്നു. എങ്കിലും സംഭവം അത്ര ഗൗരവമുള്ളതായിട്ട് ആളുടെ എടുത്തില്ല. കാര്യം ഇത് ചിന്തിച്ചു കഴിയുന്തോറും ആൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തലത്തിലായതുകൊണ്ട് ആ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം ആരും കൊടുത്തില്ല. ഇങ്ങനെ പരകായ പ്രവേശത്തിൻ്റെ ധാരാളം കഥകൾ നമ്മുടെ പുരാണങ്ങളിൽ കേൾക്കാനും അതുപോലെ നമുക്ക് വായിച്ചറിയാനും സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. വിശ്വാസികൾക്ക് അത്ഭുതകരമായ ഒരു കാര്യമാണിത്. വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് അത്ഭുതകരമായ കാര്യമാണ്. ഇതെങ്ങനെ സംഭവിക്കും? സാധാരണക്കാരനൊരു ഒരു വ്യക്തി ഇത് പറയുന്ന അവസരത്തിൽ തന്നെ നമ്മളോട് ഈ നടക്കത്തില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കുകയും ചെയ്യും. എന്നാൽ ഏതൊരു വ്യക്തിയാണോ അവൻ്റെ ധ്യാന മനനാദികളിൽ കൂടി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ചിട്ടപ്പെടുത്താൻ സാധിക്കുന്നത്, അവന് സിദ്ധികൾ 100% സാധിക്കുമെന്ന് പുരാണ ഗ്രന്ഥങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഈ കഥകളും ഈ സംഭവ കഥകളും നമ്മളൊന്ന് കേൾക്കേണ്ടതാണ്. അതായത് നടന്ന കഥകളാണിതെല്ലാം. ഒന്ന് പാതഞ്ജല സൂത്രത്തിൽ തന്നെ 3-ാം അധ്യായത്തിൽ സംയമം എന്ന് പറയുന്നുണ്ട്. സംയമം എന്ന് പറയുന്ന 3 കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി ചെയ്യുന്നതിനെയാണ് സംയമം എന്ന് പറയുന്നത്. ധാരണ, ധ്യാനം, സമാധി. സംയമത്തിലെത്തുന്ന വ്യക്തിക്ക്, യോഗിക്ക് എന്ത് കാര്യവും സാധ്യമാവും, ഏത് കാര്യവും സാധ്യമാവും. അസിദ്ധനായി തീരുന്നത് സംയമത്തിൽ കൂടിയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നിയുകൊണ്ടാണ് ഞാനിതിൽ വീഡിയോ ആയിട്ട് ഇടുന്നത്. എല്ലാവർക്കും നമസ്കാരം.